ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തമ്പുരാന് നമ്മളെ അത്രയ്ക്കിഷ്ടം, ലോകത്തിൻ്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പരിശ്രമിക്കുന്ന ഒരിറ്റ് ഈശോയുടെ ഹൃദയത്തിൽ നേടാൻ നമുക്ക് പരിശ്രമിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 8-ാം തിരുവചനം. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിനുള്ളവൻ. ജീവിച്ചാലും മരിച്ചാലും ഞാൻ ക്രിസ്തുവിൻ ഉള്ളവനാണ്, ക്രിസ്തുവിൻ ഉള്ളവളാണെന്ന് പറയാനുള്ള അഭിഷേകം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടായാൽ ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ തമ്പുരാൻ നമ്മുടെ ഭവനത്തിന് ചുറ്റും, ഇന്ത്യ എന്ന മഹാരാജ ചുറ്റും പാളയമടിച്ച് തമ്പുരാൻ കാവൽ നിൽക്കും. ഒരു മർത്തകൾ നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. തമ്പുരാൻ്റെ കണ്ണ് നമ്മളിൽ ഓരോരുത്തരുമേൽ ഉണ്ടായിരിക്കും. കർത്താവ് നമ്മളെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാകും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീറുറവെ പോലെ ആയി നമ്മൾ തീരും. ആമേൻ. Christianity being the most tender religion, yet the journey as a Christian like a warrior on the battlefield. In the multitude of cultural richness, the values of the church often forgotten. But we hold firm, finding strength in our faith and community. Through acts of kindness and service, we demonstrate the enduring spirit of Christianity. Let us thrive despite the challenges we face. Our resilience is our response to adversity. Together we overcome obstacles, fostering unity and understanding in our diverse society. Nevertheless, the Spirit of the Lord soars in our nation. As we move forward, let us continue to shine as beacons of faith and love. Together in faith and hope, we rise. அச்சனை ஆக்கிரமிச்சு RSS பிரவர்த்தகர் இந்தியாவில் தினமும் 2 கிறிஸ்துவர்கள் தாக்கப்படுகிறார்கள். 120 lives lost. ഹലോ അച്ഛാ, അച്ഛൻ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ചോട്ടോ. സിസ്റ്റർ ഇവിടുന്ന് കേട്ടോ, ഞാൻ പോയി ബൈബിൾ എടുത്തിട്ട് വരാം. എന്നെ വിളിച്ച തമ്പുരാൻ ഇനിയും സുവിശേഷം പ്രഘോഷിക്കാനായി ആവശ്യപ്പെടുന്നു. അതിനാൽ ബർച്ച എന്ന ഗ്രാമത്തിലേക്ക് വിളിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നു. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ തോമസ് ലീഹ AD 52 ഭാരതത്തിന്റെ കേരള മണ്ണിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരുപാകി. 7 പള്ളിയിലൂടെ രൂപീകരിക്കപ്പെട്ട വിശ്വാസം പിന്നീട് പലയിടങ്ങളിലേക്ക് വ്യാപിച്ചു. ആകിലും മുൾച്ചെടികൾക്കിടയിൽപ്പെട്ട വിത്തുകൾ പോലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം ഈ മുൾച്ചെടികൾക്കിടയിൽ ഞെരുങ്ങിപ്പോകുന്നു. കളകളായ സമൂഹത്തിലെ പ്രതിസന്ധികൾ, പ്രേരാത്മകമായ പെരുമാറ്റം, സമൂഹമായ വിശ്വാസജനത്തിന്റെ വേർതിരിവുകൾ, ശാസ്ത്രത്തിന്റെ വിപ്ലവ വികസനങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, അക്കരപ്പച്ച തേടുന്ന യുവ ഇന്ത്യ, സഭകൾക്കുള്ളിലെ വേർതിരിവുകൾ, ജനാധിപത്യ സ്വാധീനം, വിശ്വാസം പകർന്നു തരാൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലുള്ളിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരു നൂലിന്റെ തുടർച്ചയെന്ന പോലെ ഒഴുകുന്നു. പൈതൃകത്തിന്റെ പിൻതലമുറക്കാരായെങ്കിലും
ഇന്നും നമ്മൾ 2.3% മാത്രമായി ജനസംഖ്യയിൽ ഒതുങ്ങുന്നു. ഈ ജനസംഖ്യയിൽ നാം ആരാകുന്നു?